2025 മാർച്ച് മാസം 29-ാം തീയതി ഞങ്ങൾ മൂന്നാർ കുണ്ടളയിൽ വന്ന് താമസമാക്കി. അവിടുന്ന് 30-ാം തീയതി രാവിലെ ഒരു ജീപ്പ് വാടകയ്ക്കെടുത്തു. 3000 രൂപയായിരുന്നു വാടക. പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി വാടകയ്ക്കെടുത്തു. ഞാനും ജയകുമാറും കുടുംബവും ഞാനും ഭാര്യയുമായി കുണ്ടൽ ഡാമിലേക്കാണ് ആദ്യം പോകുന്നത്. കുണ്ടളയിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ ഒരു റിസോർട്ടിലാണ് താമസിച്ചത്. അവിടുന്ന് ഞങ്ങൾ കുണ്ടളയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. മൂന്നാറിലെ ഇതുപോലുള്ള സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ വളരെ അപൂർവമാണ്. പിന്നെ സൗന്ദര്യമൊക്കെ കണ്ട് നമ്മുടെ ജയകുമാർ പുറകിലിരിക്കുക, പേടിച്ചിരിക്കുക. പുള്ളിക്ക് കയറ്റം പേടിയാണ്. കുണ്ടള ഡാമിലേക്കാണ് പോകുന്നത്. പേരെന്താ? നമ്മുടെ എന്താ? രഘു ആണ് ഞങ്ങളുടെ സാരഥി. ഞങ്ങളെ കുണ്ടള ഡാമിലേക്ക് പോയാണ്. കുണ്ടള ഡാം ഇവിടുന്ന് 5.5 കിലോമീറ്റേഴ്സ്, 500 മീറ്റർ. മനസ്സിലായി. ഇവിടെ ബോട്ടിംഗ് ഉണ്ടോ? ബോട്ടിംഗ് ഉണ്ടോ? ചവിട്ടുപൊട്ടുണ്ടോ? ചവിട്ടുപൊട്ടേ പോലെയാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തുവാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. അതിനും കാണാം. ഇവിടെ ചവിട്ടുപോട്ട് പറ്റുമെങ്കിൽ ചവിട്ടുപോട്ട് വന്നു. ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഉണ്ണിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമല്ല. ഇല്ലേ ഉണ്ണി? ഹലോ. കുണ്ടള ഡാമിലെത്തി. ജയകുമാറാണ് ഞങ്ങളെ നയിക്കുന്നത്. ആണോ? ധീര വീര ജയകുമാറെ, ധീരതയോടെ നയിച്ചോളൂ, 5-6 എണ്ണം പിന്നാലെ. ജയകുമാറെ അബ്രപാളിയിൽ വരണ്ടേ? കണ്ട കുറെ വന്നതിന്റെ ക്ഷീണം ഇപ്പോഴും മാറി. പിന്നെ ഞാനായിട്ടൊക്കെ സഹിക്കുമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന കണ്ടോ, ഒരു ചക്രം കറങ്ങുന്നുണ്ടോ? അതാണ് കുണ്ടള ഡാം. ഇതാണ് ഷട്ടർ തുറക്കുന്ന സാധനം. ഇല്ലേ? फोन ചവിട്ടുപൊട്ട് ചവിട്ടുപൊട്ട്. മാംഗോ ചോക്ലേറ്റ്.
മാംഗോ ചോക്ലേറ്റ് എന്ത് കുണ്ടള ഡാമിൽ ഇങ്ങനെ പറങ്ങാണ്ടിയൊക്കെ വറുത്ത് വിൽക്കുന്നുണ്ട്. അത് വാങ്ങി കഴിക്കരുത്. ഇതെങ്ങനെ വറക്കുന്നു എന്നൊന്നും ഒരു പിടിയുമില്ല. പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് വറക്കുന്നതാണ് പറയുന്നത്. എന്താ പറയുന്നു അച്ഛൻ്റെ അമ്മ അങ്ങ് ഫാഷൻകാരിയായി. ഭയങ്കര കൊടുത്തോ കുണ്ടള ഡാമിൻ്റെ ഒരു കാഴ്ചയുണ്ട്. പിന്നെ ഉള്ളത് ബോട്ട്, പെഡലിംഗ് ബോട്ട് ഇല്ലയോ? പെഡൽ ബോട്ട് തന്നെത്താൻ ചവിട്ടണം, മറ്റാരും ചവിട്ടത്തില്ല. ആൾക്കാരൊക്കെ കണ്ടോ? ലതയും ശാന്തിയും ബാഗ് വാങ്ങിച്ചു.